പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സമയത്ത് ഞാൻ കണ്ണേട്ടനെ അറിയിച്ചില്ല. ഒന്നും മനഃപൂർവ്വം അല്ല കണ്ണേട്ട. എല്ലാം സഹിച്ചു ക്ഷമിച്ചു തന്നെയാ ഇത്രയും കാലം ഞാൻ ജീവിച്ചത്. എന്നെ വഴക്കു പറഞ്ഞവരോടും തല്ലിയവരോടും സങ്കടപ്പെടുത്തിയവരോടൊന്നും ഞാൻ ഇന്നേ വരെ ശത്രുത വെച്ച് പുലർത്തിയിട്ടില്ല. അതുകൊണ്ടാ ഇവനെ പോലൊരു വിഷവിത്ത് ചെയ്തതൊന്നും ഞാൻ കണ്ണേട്ടനോട് പറയാതിരുന്നത്. മതി പ്രസംഗിച്ചത്. ഇനി നിനക്ക് പോയിക്കൂടെ? പോവാൻ തന്നെയാ പോകുന്നത്. അതിനു മുമ്പ് എനിക്ക് ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഒരു കാരണവശാലും കണ്ണേട്ടൻ തോമസ് വൈദ്യന്റെ അടുത്ത് പോവാതിരിക്കരുത്. ചികിത്സ ഇടയ്ക്ക് വെച്ച് നിർത്തരുത്. കണ്ണേട്ടനായി ഒന്നിച്ചപ്പോ ഇനി കണ്ണേട്ടന്റെ തണലായി ഞാൻ വേണമെന്ന് ദൈവം പറഞ്ഞതായിട്ട് എനിക്ക് തോന്നി. അതിനിങ്ങനൊരു അവസാനം ഉണ്ടാവുന്ന സ്വപ്നത്തിൽ പോലും ഞാൻ ചിന്തിച്ചില്ല. സത്യം പറയാലോ, കണ്ണേട്ടനുമായിട്ട് ജീവിതം തുടങ്ങിയ ശേഷം ഈ ശരീരത്തിന്റെ പോരായ്മകളെ കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ല. കണ്ണേട്ടന് ഇങ്ങനൊരു വൈകല്യം ഉണ്ടെന്ന് പോലും എനിക്ക് തോന്നിയിട്ടില്ല. ഒന്നിച്ച് ജീവിച്ച് കൊതി തീർന്നിട്ടില്ല. ഇന്ന് ഈ നിമിഷം ഒഴിച്ച കഴിഞ്ഞ കുറെ മണിക്കൂറുകൾക്ക് മുമ്പ് വരെ ഈ ലോകത്തെ ഏറ്റവും ഭാഗ്യമുള്ള പെൺകുട്ടിയായിരുന്നു ഞാൻ. അങ്ങനെ തോന്നിപ്പോയിട്ടുണ്ട് പലപ്പോഴും. ഒരു സമയത്ത് രണ്ടാനച്ഛനും കരുണയുടെ മുത്തശ്ശിയൊക്കെ എന്നെ വേദനിപ്പിച്ചപ്പോ ഞാൻ ചിന്തിച്ചു പോയിട്ടുണ്ട്, എന്തിനാ എന്നെ ജനിപ്പിച്ചതെന്ന്. പിന്നെ പാവ അമ്മയുടെ മുഖം ഓർത്തിട്ട ആത്മഹത്യയെ പറ്റി പോലും ഞാൻ ചിന്തിക്കാതിരുന്നത്. അതിനൊക്കെ ശേഷം ഒരു പച്ചപ്പ് കണ്ടത് കണ്ണേട്ടനെ കണ്ട ശേഷം. ആ പച്ചപ്പല്ലേ നീ കരിച്ചു കളഞ്ഞത്? ഞാൻ ഒരിക്കലും അങ്ങനെ കരിച്ചു കളഞ്ഞിട്ടില്ല. ഇവന്റെ ചതി എന്താന്ന് ഇവന് നന്നായിട്ടറിയാം. അതുകൊണ്ട് ഒരു കാര്യം കൂടി ഞാൻ കണ്ണേട്ടനോട് പറയാം. എന്നെ ഒഴിവാക്കിയ കണ്ണേട്ടൻ ഒരു കാരണവശാലും ഇവനെ നിലനിർത്തരുത്. ഇവൻ ഫൈനാൻസിയേഴ്സിലുണ്ടെങ്കിൽ ഇനി ഇതുപോലത്തെ കഥകൾ ഉണ്ടാവും. പലരെയും ചതിക്കും. അതൊന്നും നീ അറിയേണ്ട കാര്യമില്ല. സാഗറിനെ പോലെ വിശ്വസ്തനായ ഒരു സ്റ്റാഫിനെ ഒരു കാരണവശാലും ഒഴിവാക്കാൻ ഞങ്ങൾ പറയില്ല. കണ്ണനും അങ്ങനെ ചെയ്യില്ല. ഇനി എനിക്കൊന്നും പറയാനില്ല. എവിടെയായാലും ഏത് ലോകത്തായാലും കണ്ണേട്ടന് നന്മ വരണം, മനസമാധാനം കിട്ടണം. അങ്ങനെ ഞാൻ പ്രാർത്ഥിക്കും. കുറച്ചു ദിവസമെങ്കിൽ കുറച്ചു ദിവസം സന്തോഷത്തോടെ ജീവിച്ച നിമിഷങ്ങളാ കടന്നുപോയത്. അതെനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. ശരീരത്തിന്റെ വൈകല്യമല്ല, മനസ്സുകൾ തമ്മിലുള്ള അടുപ്പമാണ് രണ്ട് വ്യക്തികളെ ഇഴപിരിയാതെ ചേർത്ത് നിർത്തുന്നതെന്ന് ഞാൻ മനസ്സിലാക്കിയ ദിവസങ്ങളാ കടന്നുപോയത്. നിങ്ങൾ എല്ലാവരും എന്നെ സംശയിച്ചു, ഞാനൊരു മോശം പെണ്ണാണെന്നും പറഞ്ഞു. പക്ഷെ എന്റെ ഭാഗത്ത് ശരിയും എന്റെ മനസ്സിലെ കണ്ണേട്ടനുള്ള സ്നേഹവും എനിക്കറിയാവുന്നിടത്തോളം കാലം ആരുടെ മുന്നിലും എനിക്ക് തല താഴ്ത്തേണ്ട കാര്യമില്ല. ഞാൻ പോവാ കണ്ണേട്ട. ഈ മോശം പെണ്ണ് കണ്ണേട്ടന്റെ മുമ്പിലേക്ക് പരമാവധി വരാതിരിക്കാൻ ശ്രമിക്കാം.